السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാൻ മാസത്തിന് ശേഷം പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള പുതിയ ഒരു അധ്യായം നാം പഠിക്കുവാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഖുർആനിലെ 59-ാം അധ്യായം സൂറത്തു അൽ ഹശ്ർ. മദീനയിലാണ് ഈ അധ്യായം അവതരിപ്പിക്കപ്പെടുന്നത്. 24 ആയത്തുകളാണ് ഈ അധ്യായത്തിലുള്ളത്. രണ്ടാമത്തെ ആയത്തിൽ വന്നിട്ടുള്ള മദീനയിലുണ്ടായിരുന്ന ബനൂ നദീർ എന്ന് പറയുന്ന ഗോത്രത്തെ ഷാമിലേക്കും മറ്റും നാട് കടത്തിയ സംഭവം, ആ നാട് കടത്തുക എന്ന അർത്ഥമുള്ള വേർഡാണ് അൽ ഹശ്ർ. അപ്രകാരം പറഞ്ഞവരുണ്ട്. അതേസമയത്ത് ഷാമിൽ ഒരുമിച്ച് കൂട്ടുക, മഹ്ഷർ. നമുക്കറിയാം, സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടത് മഹ്ഷറിൻ്റെ ആരംഭം ഷാമിലാണ്. ജനങ്ങളെ മുഴുവൻ നാനാഭാഗങ്ങളിൽ നിന്നും തെളിച്ചു കൊണ്ടുവരുന്നത് ഷാമിലേക്കാണ്. മഹ്ഷറിലേക്ക് കൊണ്ടുവരുന്നത് ഖിയാമത്ത് നാളിന് മുമ്പ് ഒരു തീയാണ് ജനങ്ങളെ മഹ്ഷറിലേക്ക് തെളിച്ചു കൊണ്ടുവരിക. ആ തീ തെളിച്ചു കൊണ്ടുവരും, അവരുടെ കൂടെ തന്നെ ഉണ്ടാകും. അങ്ങനെ ഷാമിലേക്കാണ് ആദ്യത്തെ ഒരുമിച്ച് കൂട്ടൽ നടക്കുന്നത്. ഈ രണ്ടാമത്തെ മഹ്ഷറിന് മുമ്പുള്ള ഹശ്റാണ് ഇത്, ഒന്നാമത്തെ ഹശ്ർ. അതുകൊണ്ടാണ് ലി അവ്വലിൽ ഹശ്ർ എന്ന് ഈ ആയത്തിലുണ്ട്, ആദ്യത്തെ ഒരുമിച്ച് കൂട്ടൽ. ആ അർത്ഥമാണ് ധാരാളം മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാണെങ്കിലും ഈ കാരണം കൊണ്ടാണ് സൂറത്തു അൽ ഹശ്ർ എന്ന് ഇതിന് പേര് നൽകപ്പെട്ടിട്ടുള്ളത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻ, ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ സ്വഹീഹായ സനദോടുകൂടി അദ്ദേഹത്തിലേക്ക് ഉദ്ധരിക്കുന്നത്, അദ്ദേഹം ഈ അധ്യായത്തിന് സൂറത്തു ബനി അൻ നളീർ അല്ലെങ്കിൽ സൂറത്തു അൻ നളീർ എന്ന് പേര് നൽകിയിരുന്നു. മദീനയിലെ യഹൂദ ഗോത്രമായ ബനൂ നളീർ ഗോത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ അധ്യായം. അതുകൊണ്ട് സൂറത്തു ബനി അൻ നളീർ അല്ലെങ്കിൽ സൂറത്തു അൻ നളീർ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ അധ്യായത്തിന് പേര് നൽകിയിട്ടുണ്ട്. ഈ അധ്യായം അവതരിപ്പിക്കപ്പെടാനുള്ള പശ്ചാത്തലം ഇതിൻ്റെ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ യഹൂദ ഗോത്രമായ ബനൂ നളീർ ഗോത്രത്തെ മദീനയിൽ നിന്ന്, മദീനയുടെ ഷർക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന്, അവിടെയായിരുന്നു അവരുടെ കോട്ടകളും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നാട് കടത്തുകയാണ്. നാട് കടത്താനുള്ള കാരണം 2 നിലക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന, അതിൻ്റെ ഇസ്നാദ് സഹീഹാണ് എന്ന് ഇമാം അൽബാനി രേഖപ്പെടുത്തിയിട്ടുള്ള റഹിമഹുല്ലാഹ് ഒരു സംഭവമാണ്. അവിടെ കാണുന്നത് നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്നപ്പോൾ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം, മക്കയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു നാടാണ്. അതേ സന്ദർഭത്തിൽ മദീനയിലെ പ്രധാനപ്പെട്ട ഗോത്രങ്ങളിൽ നിന്നുള്ള പ്രധാനികളാണ്
പ്രവാചകന് ആ നാട്ടിൽ അഭയം നൽകിയതും അവിടേക്ക് ക്ഷണിച്ചതും. അതുകൊണ്ട് തന്നെ മദീനയിലെത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ വ്യത്യസ്ത ഗോത്രങ്ങളുമായി കരാറിലായിരുന്നു. കാരണം വ്യത്യസ്ത വിഭാഗങ്ങൾ ഒരു നാട്ടിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവർ തമ്മിൽ പരസ്പരമായ ധാരണയും കരാറുകളും സമാധാന പത്രികകളും അതേപോലെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടാകും. മദീനയിലെ ഓരോ ഗോത്രങ്ങളുമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരാറിലായിരുന്നു. യഹൂദ ഗോത്രങ്ങളുമായും ആ കരാറിൽ ഉണ്ടായിരുന്നു. ഈ കരാറുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ലംഘിക്കുന്നവരായിരുന്നു യഹൂദന്മാർ. യഹൂദന്മാരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വമാ വജദ്നാ ലി അക്സരിഹിം മിൻ അഹദ് വഇൻ വജദ്നാ അക്സറഹും ലഫാസിഖീൻ. ഒരിക്കലും കരാറു പാലിക്കൂല. അന്നും ഇന്നും യഹൂദന്മാർ കരാറു പാലിക്കൂല. അതവരുടെ സ്വഭാവമാണ്. അതൊരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയാണത്. ഒരു രാജ്യത്തിൻ്റെ സമാധാനത്തെ ഇല്ലാതെയാക്കുന്നതാണ് ഇത്തരത്തിലുള്ള കരാർ ലംഘനങ്ങൾ. അതുകൊണ്ട് തന്നെ യഹൂദ ഗോത്രങ്ങളുമായിട്ടുള്ള കരാറ് ബനൂ നളീർ ഗോത്രവുമായിട്ടുമുണ്ടായിരുന്നു. നമ്മളിവിടെ പരസ്പരം സഹകരിക്കണം. പുറമെയുള്ള ആളുകൾക്ക് സഹകരണം നൽകരുത്. നമ്മെ യുദ്ധം ചെയ്യാൻ ആര് വന്നാലും, അത് മക്കയിലുള്ളവർ വന്നാലും അതല്ലാത്ത രാഷ്ട്രങ്ങളിൽ നിന്ന് വന്നാലും നാം ഒറ്റക്കെട്ടായി നിൽക്കണം. യുദ്ധച്ചെലവുകൾ നാം എല്ലാവരും കൂടി ഒരുമിച്ച് വഹിക്കണം. മുസ്ലിങ്ങളും യഹൂദന്മാരുമൊക്കെ. മദീനയ്ക്ക് എതിരെ ഒരു ടീം വന്നാൽ അവിടെ മതം നോക്കണ്ട. യഹൂദനും മുസ്ലിമുമൊക്കെ ഒരുമിച്ച് നിന്ന് പോരാടണം. യുദ്ധച്ചെലവുകൾ വരെ നമ്മൾ ഭാഗിച്ചെടുക്കണം. അങ്ങനെയുള്ള പല നിലക്കുമുള്ള കരാറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ മക്കയിൽ നിന്ന് അബൂജഹലും കൂട്ടരും ഒരു കത്തെഴുതി യഹൂദ ഗോത്രങ്ങൾക്ക്. അതിൽ ബനൂ നളീർ ഗോത്രത്തിനും ആ കത്തുണ്ട്. എന്താണ് കത്ത്? ഇമാം അബൂദാവൂദിൻ്റെ റിവായത്തിലുള്ളത്, ഞങ്ങളുടെ കുറച്ച് ആളുകൾ അവിടേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ അവർക്ക് അഭയം കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവർ ഞങ്ങളുടെ ശത്രുക്കളാണ്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ അവരെ പുറത്താക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ നാടുമായി ഞങ്ങൾ യുദ്ധം ചെയ്യും. അതിൽ ഞങ്ങൾ നിങ്ങളെ പരിഗണിക്കില്ല. യുദ്ധം ചെയ്താൽ നിങ്ങളെ ഞങ്ങൾ ശരിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ചുകൊണ്ട് കത്തെഴുതി. അപ്പോൾ നബിയെയും മറ്റും ആക്രമിക്കാനുള്ള ഒരു പ്ലാൻ, സത്യത്തിൽ അത് കരാറിനെതിരാണ്, അവരിലുണ്ടായി. പക്ഷേ ഇങ്ങനൊരു കത്ത് വന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വളരെ വലിയ യുദ്ധതന്ത്രജ്ഞനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഹൂദ ഗോത്രങ്ങളോട് പറഞ്ഞു, ഇങ്ങനൊരു എഴുത്ത് വന്നിട്ടുണ്ട്. സത്യത്തിൽ അത് നിങ്ങൾക്കെതിരിലുള്ള ചതിയാണ്. കാരണം നിങ്ങൾ ഞങ്ങളോട് യുദ്ധം ചെയ്താൽ യഥാർത്ഥത്തിൽ ഈ മദീനയിലുള്ള നിങ്ങളുടെ ബന്ധുക്കളായ ആളുകളോട് തന്നെയാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത്. അതിലൂടെ നിങ്ങൾക്കെതിരിൽ തന്നെയാണ് യുദ്ധം ചെയ്യുന്നത്. മക്കക്കാരുടെ തന്ത്രമാണ്, അതിൽ വീണു പോവണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ തമ്മിൽ ഭിന്നിപ്പിലായി. ശരിയാണല്ലോ പറഞ്ഞത്, നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടുകാരോട് തന്നെ യുദ്ധം ചെയ്യണം. അങ്ങനെ അവർ അതിൽ ഭിന്നതയിലായി. അതിൽ നിന്ന് അവരൊഴിവായി. പിന്നീട് ബദർ യുദ്ധമെല്ലാം കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും മക്കയിൽ നിന്ന് എഴുത്തു വന്നു, നിങ്ങൾ ആദ്യം പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ ചെയ്തില്ല, അതുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിന് വരികയാണ്. പ്രത്യേകിച്ചും ബദറിൽ തോറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മദീനയുമായിട്ട് ഒരു മൊത്തത്തിലൊരു യുദ്ധം. അപ്പം അതുകൊണ്ട് അതിന് വിധേയമാവേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും മുഹമ്മദ് നബിയെയും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അനുയായികളെയും നിങ്ങൾ കൊല്ലണം എന്ന് വീണ്ടും കത്തെഴുതി. അപ്പോൾ ആ കത്തിൽ അവർ വീണു. അങ്ങനെ പ്രധാനപ്പെട്ട സ്വഹാബികളെയും നബിയെയും വകവരുത്താൻ വേണ്ടി അവർ തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ അവർ പറഞ്ഞു, ഒരു തന്ത്രം പ്രയോഗിച്ചിട്ട് പറഞ്ഞു, 30 പ്രഗത്ഭരായ സ്വഹാബികളെ ഞങ്ങളിലേക്ക് അയക്കുക. ഞങ്ങളിൽ നിന്ന് 30 പണ്ഡിതന്മാർ ഞങ്ങളും അയക്കാം. എന്നിട്ട് നിങ്ങൾ തമ്മിലൊരു സംവാദം, ആദർശ സംവാദം. എന്നിട്ട് സ്വഹാബികൾ അത് വിശദീകരിക്കട്ടെ, ദീന് വിശദീകരിക്കട്ടെ. എന്നിട്ട് സത്യമാണെങ്കിൽ ഞങ്ങൾ താങ്കളിൽ വിശ്വസിച്ചോളാം. അപ്പോൾ ബനൂ നളീർ ഗോത്രം ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറാണ് എന്നുള്ളൊരു സൂചന നൽകിക്കൊണ്ട്, പക്ഷേ സംവാദം വേണം, അതിന് സഹാബികൾ അയക്കണം. പക്ഷേ അൽഹംദുലില്ലാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയുണ്ട്. വഹയിലൂടെ അവരുടെ ചതിയെക്കുറിച്ച് റസൂലുള്ളാഹിക്ക് മനസ്സിലായി.
അള്ളാഹുവിൻ്റെ റസൂൽ സൈന്യത്തെയാണ് അയച്ചത്, കുതിരപ്പടയെയാണ് അയച്ചത് ബനൂ നളീർ ഗോത്രത്തിൻ്റെ അടുത്തേക്ക്. സംവാദത്തിനല്ല, കാരണം അവരുടേത് ചതിയാണെന്ന് റസൂലുള്ളാഹിക്ക് വിവരം കിട്ടി. പ്രവാചകൻ യുദ്ധത്തിനു മുമ്പ് അവരോട് കീഴടങ്ങാൻ പറഞ്ഞു, കരാറിൽ ഏർപ്പെടാൻ പറഞ്ഞു. അവർ കൂട്ടാക്കിയില്ല. അങ്ങനെ 3 ദിവസം അവരുമായി ഏറ്റുമുട്ടി അവസാനം അവർ നാട് വിട്ടു പോയിക്കോളാം എന്ന് കരാറ് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അവസരം കൊടുത്തു. 3 കുടുംബത്തിന് ഒരു ഒട്ടകപ്പുറത്ത് വഹിക്കാവുന്ന സാധനങ്ങൾ എടുക്കാം. ചില റിവായത്തിൽ ഒരു കുടുംബത്തിന് ഒരു ഒട്ടകപ്പുറത്ത് വഹിക്കാവുന്നത് എടുക്കാം, ബാക്കിയൊന്നും എടുക്കാൻ പാടില്ല. എന്നാൽ സ്വഹീഹായ പല റിവായത്തിലും 3 കുടുംബക്കാർക്ക് ഒരു ഒട്ടകപ്പുറത്ത് വഹിക്കാവുന്നതും സാധാരണ കയ്യിൽ കരുതുന്ന ആയുധവും, ഒരു യുദ്ധത്തിനാവശ്യമായ ആയുധങ്ങളല്ല, സാധാരണ അറബികൾ കയ്യിൽ കരുതുന്ന ആയുധം അവർക്കെടുക്കാം. അങ്ങനെ അവരോട് മദീന വിട്ടു പോയിക്കൊള്ളാൻ പറഞ്ഞു. ആ സംഭവത്തെ സംബന്ധിച്ചാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നതാണ് ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹിയുടെ റിവായത്തിൽ കാണുന്നത്. അതേസമയത്ത് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വ്യത്യസ്ത ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് ഈ സംഭവത്തിന് മറ്റൊരു തിരക്കഥ അല്ലെങ്കിൽ മറ്റൊരു പശ്ചാത്തലം പറയുന്നുണ്ട്. എന്താണത്? നമുക്കറിയാം, 70ഓളം സ്വഹാബികളെ, ഖുറാഅുകളെ ചതിച്ചു കൊലപ്പെടുത്തുന്നുണ്ട്. ഖുർആൻ പഠിക്കാനാണ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി ചതിച്ചു കൊലപ്പെടുത്തുന്ന സന്ദർഭം. ആ 70-ൽ ഒരാൾ രക്ഷപ്പെടുന്നത് ആ റിവായത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അംർ ഇബ്നു ഉമയ്യത്ത് അദ്ദമരി എന്ന് പറയുന്ന സ്വഹാബിയാണ്. അദ്ദേഹം തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ബനു ആമിർ ഗോത്രത്തിലെ 2 ആളുകളെ അദ്ദേഹം വധിക്കുകയുണ്ടായി. കാരണം അത്രയും വലിയൊരു ശത്രുക്കളാണ്. അത്രയും വലിയ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടു വരുമ്പോൾ ഈ ഗോത്രങ്ങൾ പല നിലക്കും മക്കയിലെ മുശ്രിക്കുകൾക്ക് സപ്പോർട്ട് ചെയ്തവരാണ്. ആ നിലക്കാണ് ഇങ്ങനെ ഒരു ചതി വരെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബനു ആമിർ ഗോത്രത്തിലുള്ള 2 ആളുകളെ ഈ സ്വഹാബി മദീനയിലേക്ക് തിരിച്ചു വരുമ്പോൾ വധിക്കുകയുണ്ടായി. എന്നാൽ ഈ ബനു ആമിർ ഗോത്രവും ബനു നളീർ ഗോത്രവും ബനു ആമിർ ഗോത്രവും ഇവരൊക്കെ തമ്മിൽ, പ്രവാചകനും ഇവരൊക്കെ തമ്മിൽ ഓരോ കരാറുകളാണ്. അതുകൊണ്ട് തന്നെ ബനു ആമിർ ഗോത്രത്തിൽ നിന്ന് 2 ആളെ കൊന്നാൽ അവരെന്തു പറഞ്ഞു? വലിയ ബ്ലഡ് മണി ആവശ്യപ്പെട്ടു, വലിയ ദിയ കൊടുക്കണം, വലിയ ബ്ലഡ് മണി ആവശ്യപ്പെട്ടു. പ്രവാചകന് അത് താങ്ങാൻ പറ്റാവുന്നതിലധികമുള്ള ബ്ലഡ് മണിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാഭാവികമായും ബനൂ നളീർ ഗോത്രവുമായിട്ടും മറ്റും പ്രവാചകന് കരാറുണ്ട്. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ പരസ്പരം സഹകരിക്കണം ഫിനാൻഷ്യലി എന്നൊരു കരാറുണ്ടായിരുന്നു. അതുകൊണ്ട് ബനൂ നളീർ ഗോത്രത്തിൻ്റെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നു, സഹായം ആവശ്യപ്പെട്ടു. ബ്ലഡ് മണി കൊടുക്കാൻ നിങ്ങൾ കൂടി സഹായിക്കണം എന്ന് പറഞ്ഞു. അവർ സഹായിക്കാമെന്നേറ്റു. യഹൂദന്മാരാണ്. അവരുടെ ഏതൊരു നല്ല നിലപാടിൻ്റെ ഉള്ളിലും ഒരു തന്ത്രമുണ്ടാകും. അങ്ങനെ ഇന്ന ദിവസം വന്നാൽ മതി എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ്, അബൂബക്കർ സിദ്ദീഖ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവർ 4 പേരും സത്യത്തിൽ മദീനക്ക് പുറത്താണ് ബനു നളീർ ഗോത്രം താമസിക്കുന്നത്. മദീനൻ്റെ ആ കോർ സിറ്റിയിലല്ല, അതിന് പുറത്താണ്. അപ്പം നബിയും ഈ പ്രഗത്ഭരായ 4 സ്വഹാബികളും പുറത്തേക്ക് പോവുകയാണ്, മദീനക്ക് പുറത്താണ്, അവരുടെ ഗോത്രത്തിൻ്റെ അടുത്താണ്. അപ്പോൾ അവർ ഉള്ളിൽ ചർച്ച ചെയ്തു, എന്താണ്, ഇതുപോലൊരു ചാൻസ് വേറെ കിട്ടൂല, നബിയെ തൊട്ടടുത്ത് കിട്ടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ അവിടെ വന്ന് അവരുടെ കോട്ടയുടെ താഴെ ഇരിക്കുന്ന ഒരു സ്ഥലം അതവർ മനസ്സിലാക്കി. അപ്പോൾ അവരെന്ത് പറഞ്ഞു? കോട്ടയുടെ മേലെ നിന്ന് വലിയൊരു പാറക്കല്ല് നബിയുടെ തലയിലേക്ക് മേലെ നിന്നൊരാൾ എന്ത് ചെയ്യണം? ഉന്തിയിടണം. അങ്ങനെ അവരുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി അംർ ഇബ്നു ജിഹാഷ് ഇബ്നു കഅബ്, അയാൾ പറഞ്ഞു, ഞാൻ ചെയ്തോളാം, നബിയെ ഞാൻ ശരിയാക്കാം. അപ്പോൾ ബ്ലഡ് മണി വാങ്ങാൻ ഞങ്ങൾ നൽകാമെന്ന് പറയും. അപ്പോൾ റസൂല് വരും. വന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ മേലെ നിന്ന്, അവർ കോട്ടയുടെ മേൽഭാഗത്തൊക്കെ ഉണ്ടാവുമല്ലോ, മേലെ നിന്ന് ഈ പാറക്കല്ല് ഉരുട്ടി നബിയുടെ തലയിലേക്കിട്ട് നബിയെ കൊല്ലാം എന്നവർ പ്ലാൻ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, അവിടെ ഇരുന്നപ്പോഴേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് പറഞ്ഞു, ഇങ്ങനൊരു പ്ലാനുണ്ട്, വേഗം വിട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും പെട്ടെന്ന് തന്നെ മദീനയിലേക്ക് പോയി.
അവർ പിന്നീട് പിറകിൽ വന്നത് നബി എങ്ങോട്ട് പോയി എന്നറിയാനാണ്. കാരണം അവർക്കറിയാം പ്രവാചകൻ വഹയുള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി എന്ന വിവരം അവർക്ക് ലഭിച്ചു. അപ്പോഴേക്ക് തന്നെ അവരുടെ മനസ്സിൽ ഭീതി വന്നു. അത് ഈ ആയത്തിൽ പറയുന്നുണ്ട്. അവരുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹു പേടിയിട്ട് കൊടുത്തു. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത, നബിയെക്കുറിച്ചുള്ള പേടി ഒരു മാസം മുമ്പ് വരെ എത്തുന്നതാണ്. പ്രവാചകൻ യുദ്ധത്തിന് പ്ലാനിടുന്നത് ഒരു മാസത്തിന് ശേഷമാണെങ്കിൽ അതിനു മുമ്പേ ശത്രുപക്ഷത്തിൻ്റെ മനസ്സിൽ ഭീതി ഇട്ട് കൊടുക്കും. അത് മറ്റൊരു നബിമാർക്കും ലഭിക്കാത്ത ഒരു കാര്യമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ളത്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇങ്ങനൊരു സംഭവം വന്നതോടുകൂടി അത് വ്യക്തമായ കരാർ ലംഘനമാണ് എന്നും മാത്രമല്ല മദീനയുടെ നേതാവിനെയാണ്, ഒരു ഭരണാധികാരിയെയാണ് അവർ വധിക്കാൻ. ഒരു പ്രവാചകനാണ്, ഒരു ഭരണാധികാരിയാണ്, മദീനയുടെ എല്ലാ നിലക്കുമുള്ള നേതാവാണ്, കരാറുള്ള ഒരു സമൂഹത്തിലെ വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം അക്കാലഘട്ടത്തിലെയും എക്കാലഘട്ടത്തിലെയും രാഷ്ട്ര നിയമപ്രകാരം അത് ഗുരുതരമായ കുറ്റമാണ്. എന്ത് നടപടി എടുക്കാം? പക്ഷേ ഇത്തരം പശ്ചാത്തലങ്ങൾ പരിശോധിക്കാതെ ഇസ്ലാമിനെയും പ്രവാചകനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന യുക്തിവാദികളെയും വിവരദോഷികളെയും കാണാം. അത് മറ്റൊരു വിഷയം. അതുകൊണ്ട് തന്നെ അവർ ഭീതിയിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഘം ആളുകളെയും കൊണ്ട് ബനൂ നളീർ ഗോത്രത്തെ ഗരാവോ ചെയ്തു. അവരോട് പുറത്തിറങ്ങാൻ പറഞ്ഞു. അവർ പ്രതിരോധിച്ചു നിന്നു. ഈ സന്ദർഭത്തിൽ പൊതുവേ മുനാഫിക്കുകൾക്കൊരു സ്വഭാവമുണ്ട്. കപടവിശ്വാസികൾക്ക് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകും. അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂൽ അതേപോലുള്ള ആളുകൾ മറ്റു യഹൂദ ഗോത്രത്തിൽപ്പെട്ടവരാണ്. അവരൊക്കെ ഇവർക്ക് കത്തെഴുതി, എന്താണ്, പോവരുത്, അവിടെ നിന്നോ, ഞങ്ങൾ കൂടെ ഉണ്ടാവും, നിങ്ങൾ പുറത്താക്കപ്പെട്ടാൽ നിങ്ങളുടെ കൂടെ ഞങ്ങളും വരും. ഈ അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. ഇനി യുദ്ധമാണെങ്കിൽ യുദ്ധം, ഞങ്ങളുണ്ട് കൂടെ എന്നൊക്കെ പറഞ്ഞു. ഇവർക്ക് തെറ്റായ ധൈര്യം നൽകി. അങ്ങനെ അവർ ഇവരുടെ സഹായവും പ്രതീക്ഷിച്ചു നിന്നു. പക്ഷേ അവരാരും സഹായിച്ചില്ല, അവരാരും യുദ്ധത്തിൽ പങ്കെടുത്തില്ല. ഇവരുടെ കൂടെ പോകുമ്പോൾ അവരാരും പോയതുമില്ല. ഒക്കെ നുണയായിരുന്നു. അങ്ങനെ അവരെ പ്രതിരോധിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല തന്ത്രങ്ങൾ, യുദ്ധതന്ത്രങ്ങളിൽ ചിലത് പ്രവാചകൻ എടുക്കേണ്ടി വന്നു. അവരുടെ കോട്ടയ്ക്ക് ചുറ്റിലുമുണ്ടായിരുന്ന പല ഈത്തപ്പനകളും അവരെ ബേജാറാക്കാൻ വേണ്ടി മുറിക്കുകയുണ്ടായി. അപ്പോൾ അവർ വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത് എന്നല്ലേ താങ്കൾ ജനങ്ങളോട് പറയുന്നത്? അതേ, താങ്കൾ വൃക്ഷങ്ങൾ മുറിക്കുകയാണോ? പക്ഷേ ഖുർആൻ പറയുന്നുണ്ട്, അത് അള്ളാഹുവിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമുള്ള ആ യുദ്ധ സന്ദർഭത്തിൽ മാത്രമുള്ള കാര്യമാണ്. അതോടുകൂടി അവർക്ക് വീണ്ടും പേടിയായി. കാരണം നിലനിൽപ്പെല്ലാം ഇതാ നശിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം അവർ കരാറിലെത്തി, ഞങ്ങൾ നാട് വിട്ടു പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവരോട് 3 കുടുംബങ്ങൾക്ക് ഒരു ഒട്ടകപ്പുറത്ത് വഹിക്കാവുന്നത് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അവർ സാധിക്കുന്നത്ര പലരും വീടുകൾ പൊളിച്ച്, അതിൽ പറയുന്നുണ്ട്, അവർ സ്വന്തം കൈകൊണ്ട് അവരുടെ വീടുകൾ പൊളിച്ച് ലഭിക്കാവുന്ന നല്ല നല്ല മരത്തടികളും മറ്റും ഒക്കെ ഉപയോഗപ്പെടുത്തി. വേറെ ചിലത് റസൂലും സ്വഹാബികളും അനുഭവിക്കേണ്ട എന്നുള്ള നിലക്കും പൊളിച്ച് മാറ്റി. സ്വഹാബികളും പൊളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നബിയും സ്വഹാബത്തും അവരെ തകർത്തുകൊണ്ടിരുന്നു, അവർ തന്നെ സ്വയം തകർത്തുകൊണ്ടിരുന്നു. അത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ തന്ത്രമായിരുന്നു. അങ്ങനെ അവരിൽ ഒരു കൂട്ടർ ഖൈബറിലേക്ക് പലായനം ചെയ്തു. എന്നാൽ മഹാഭൂരിപക്ഷവും ഷാമിലേക്കാണ് പലായനം ചെയ്തത്. ആ ഷാമിലേക്ക് അവരെ ഒരുമിച്ച് കൂട്ടി, യഹൂദന്മാരെ ഒരുമിച്ച് കൂട്ടി. അതുകൊണ്ടാണ് അതിനെ അവ്വലുൽ ഹശ്ർ എന്ന് പറഞ്ഞത്. കാരണം ഷാമിൽ മറ്റൊരു മഹ്ഷർ ഖിയാമത്ത് നാളിൻ്റെ തൊട്ടുമുമ്പ് വരാനുണ്ട്. ഇത് ആദ്യത്തേത്, ഇനി രണ്ടാമത്തേത് വരാനുണ്ട്. വേറെ ചിലർ പറഞ്ഞതുപോലെ ഇത് ആദ്യത്തെ നടപടി, വീണ്ടും യഹൂദർക്കെതിരിൽ വീണ്ടും രണ്ടാമതൊരു നടപടി കൂടി ഉണ്ട്. ബനു ഖുറൈള ഗോത്രത്തിനെതിരിൽ, ബനു ഖൈനുഖാ ഗോത്രത്തിനെതിരിൽ മൊത്തത്തിൽ യഹൂദന്മാരുമായി ബന്ധപ്പെട്ടുള്ള മദീനയിൽ നിന്ന് അവരെ പുറത്താക്കണമെന്നുള്ള പ്രവാചകൻ്റെ നിർദ്ദേശം. അതിനു മുമ്പുള്ള ആദ്യത്തെ നാടുകടത്തലാണ് എന്ന അർത്ഥവും നൽകപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തബാറക വ തആല ആലം. ഇതാണ് ഈ അധ്യായത്തിൻ്റെ പശ്ചാത്തലം. അതുകൊണ്ടാണ് ഈ അധ്യായത്തിന് സൂറത്തു ബനി അൻ-നളീർ അല്ലെങ്കിൽ സൂറത്തു അൻ-നളീർ എന്ന് പേര് നൽകപ്പെട്ടത്. സൂറത്തുൽ ഹശ്ർ എന്നും ഇതിന് പേര് നൽകപ്പെട്ടിട്ടുണ്ട്.
മദീനയിൽ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിലെ 59-ാം അധ്യായം 24 വചനങ്ങളാണ് അതിലുള്ളത്. ഈ അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. هو الذي أخرج الذين كفروا من أهل الكتاب من ديارهم لأول الحشر ما ظننتم أن يخرجوا وظنوا أنهم مانعتهم حصونهم من الله فأتاهم الله من حيث لم يحتسبوا وقذف في قلوبهم الرعب يخربون بيوتهم وأيدي المؤمنين فاعتبروا يا أولي الأبصار ولولا أن كتب الله عليهم الجلاء كتب الله عليهم الجلاء لعذبهم في الدنيا ولهم في الآخرة عذاب النار. സബ്ബഹ ലില്ലാഹ്. സബ്ബഹ എന്ന് പറഞ്ഞാൽ തസ്ബീഹ്, മിനത്ത് തസ്ബീഹ്. സബ്ബഹ യുസബ്ബിഹു തസ്ബീഹൻ. പരിശുദ്ധിയെ വാഴ്ത്തുന്നതിനാണ് സബ്ബഹ എന്ന് പറയുക. അതേ സന്ദർഭത്തിൽ സജദ വഖളഅ, സുജൂദിലായി, കീഴ്പ്പെട്ടു, കീഴൊതുങ്ങി എന്നർത്ഥവുമുണ്ട്. അപ്പോൾ സബ്ബഹ ലില്ലാഹ്, അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. മാ ഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളതെല്ലാം, ജീവനുള്ളതും ഇല്ലാത്തതും, ആത്മാവുള്ളതും അല്ലാത്തതും, ബുദ്ധിജീവികളും അല്ലാത്തതും. ഇതാണ് മാ ഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളതെല്ലാം. വമാ ഫിൽ അർദി, ഭൂമിയിലുള്ളതെല്ലാം, ചെറുതും വലുതുമായ എല്ലാം, പ്രതിഭാസങ്ങളും വികാരങ്ങളടക്കമെല്ലാം അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നു. വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്താത്ത ഒന്നുമില്ല. വഹുവ, അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ അസീസ്, പ്രതാപിയാണ്. ഐ ദു അൽ ഇസ്സ, പ്രതാപമുള്ളവൻ, അഥവാ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തവനും കഠിനമായ ശിക്ഷാ നടപടി സ്വീകരിക്കുന്നവൻ. അതാണ് അസീസ്. വല്ലാഹു അസീസു സൂ ഇന്തിഖാം, ഖുർആനിലുണ്ട്. അള്ളാഹു ശിക്ഷാ നടപടി എടുക്കുന്ന പ്രതാപിയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ആ വിഷയത്തിൽ തോൽപ്പിക്കാനോ തടുക്കാനോ മറികടക്കാനോ സൃഷ്ടികളിൽ ഒരാൾക്കും കഴിയില്ല. അള്ളാഹു ഒരാളെ ശിക്ഷിക്കാൻ വിചാരിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും സാധ്യമല്ല. വല്ലാഹു അസീസുൻ, അള്ളാഹു പ്രതാപിയാണ്, വിജയിക്കുന്നവനാണ്, തീരുമാനങ്ങളിൽ വിജയിക്കുന്നവനാണ്, ശക്തനാണ്. അള്ളാഹു ശിക്ഷാ നടപടി എടുക്കുന്നവനാണ്. അവൻ്റെ തീരുമാനത്തെ മറികടക്കാനോ ബ്ലോക്ക് ചെയ്യാനോ കഴിയില്ല. അതേ സമയത്ത് അൽ ഹക്കീം, ഐ ദു അൽ ഹിക്മ, അവൻ ഹിക്മത്തുള്ളവനാണ്, അഗാധജ്ഞനാണ്, ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യുന്നവനാണ്.
അവൻ എന്തൊരു കാര്യം തീരുമാനിച്ച് നടപ്പിൽ വരുത്തുന്നതും വ്യക്തമായ ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ചെയ്യേണ്ടതേ ചെയ്യുള്ളൂ. അവൻ്റെ അമലുകളിലൊന്നും ബാത്തിലല്ല. അതുകൊണ്ട് ഏതൊരു ജനതയെ അവൻ പിടികൂടുമ്പോഴും അതിൽ ഹിക്മത്തുണ്ട്, സമൂഹത്തിന് നന്മയുണ്ട്, ഗുണപാഠങ്ങളുണ്ട്. ഈ രൂപത്തിൽ ഈ അധ്യായം തുടങ്ങാനുള്ള കാരണം നമുക്കറിയാം. അൽ അസീസ്, അവൻ ശിക്ഷാ നടപടി എടുക്കുന്നവനാണ്. കാരണം ഉടനെ തന്നെ പിന്നീട് ആ ശിക്ഷാ നടപടിയെക്കുറിച്ചാണ് പറയുന്നത്. ദുനിയാവിൽ പ്രവാചകനിലൂടെ അള്ളാഹു നടപ്പിലാക്കിയ ഒരു കാര്യം. ആ നിലക്ക് ബനൂ നളീർ ഗോത്രത്തെ പുറത്താക്കിയത്, അവരോടുള്ള നടപടി അള്ളാഹുവിൻ്റെ ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ ഹിക്മത്തുണ്ട്. യഹൂദരെ അവിടുന്ന് പുറത്താക്കിയതിൽ ഹിക്മത്തുണ്ട്. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യം തീരുമാനിച്ചാൽ അവരുടെ കോട്ടകൾക്കോ അവരുടെ സഖ്യകക്ഷികൾക്കോ ഒന്നും തന്നെ അവരെ ഒരു നിലക്കും സഹായിക്കാൻ സാധ്യമല്ല. കാരണം അള്ളാഹു അസീസാണ്. ഈ നിലക്കുള്ള പ്രപഞ്ചം മുഴുവൻ അള്ളാഹുവിന് കീഴ്പ്പെടുകയും അവനെ വാഴ്ത്തുകയും ചെയ്യുന്നു. അതിൽ നിന്ന് ആരും മുക്തരല്ല തുടങ്ങി റഹ്മാനായ റബ്ബിൻ്റെ ഔന്നിത്യവും മഹത്വവും ഉദ്ഘോഷിച്ചുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ശേഷം പ്രതാപിയും മഗാധജ്ഞനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവൃത്തിയെ സംബന്ധിച്ച് പറയുകയാണ്. ഹുവ, അവൻ, അല്ലദീ, ഒരുവനാണ്, അഖ്റജല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരിൽപ്പെട്ട നിഷേധികളെ പുറത്തു കൊണ്ടുപോയി. അഖ്റജ യുഖ്റിജു ഇഖ്റാജൻ, പുറത്താക്കുക. മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരിൽ നിന്ന്. എവിടെ നിന്ന് പുറത്താക്കി? മിൻ ദിയാരിഹിം, അവരുടെ ദാറുകളിൽ നിന്ന്, അവരുടെ വീടുകളിൽ നിന്ന്. ദാറിൻ്റെ ജംആണ് ദിയാർ. അവരുടെ വീടുകളിൽ നിന്ന്, അവരുടെ കോട്ടകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പുറത്താക്കി. ലി അവ്വലിൽ ഹശ്ർ, ആദ്യത്തെ അൽ ഹശ്റിൽ. അതാണ് ആ അവ്വലുൽ ഹശ്ർ, ആദ്യത്തെ പുറത്താക്കലിൽ എന്നും ആദ്യത്തെ ഒരുമിച്ച് കൂട്ടലിൽ എന്നും അർത്ഥമുണ്ട്. ലി അവ്വലിൽ ഹശ്ർ. കാരണം ഒരു സ്ഥലത്തേക്ക് ഒരുമിച്ച് കൂട്ടുമ്പോൾ മറ്റൊരു സ്ഥലത്ത് നിന്ന് അവരെന്ത് ചെയ്യും? സ്വാഭാവികമായും പുറത്താവും. സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരുമിച്ച് കൂടുമ്പോൾ അപ്പോൾ അത് രണ്ട് അർത്ഥവും വിരോധമില്ലാത്തതാണ്. ലി അവ്വലി അൽ ഹശ്ർ. മാ വനന്തും അൻ യഖ്റുജൂ, മാ വനന്തും, നിങ്ങൾ കരുതിയില്ല. വന്ന യളുന്നു വന്നൻ, മാ വനന്തും, നിങ്ങൾ കരുതിയില്ല. അഥവാ മുസ്ലിമീങ്ങളെ, വിശ്വാസികളെ, സ്വഹാബത്തെ നിങ്ങൾ കരുതിയില്ല. അൻ യഖ്റുജൂ, അവർ പുറത്തു പോകുമെന്ന്. വവന്നു, അവരും വിചാരിച്ചു. അന്നഹും, അവർ, മാനിഅതുഹും ഹുസൂനുഹും, അവരുടെ ഹുസൂനുകൾ അവരെ സംരക്ഷിക്കുമെന്ന്. മനഅ യംനഉ മൻഅൻ, മനഅ എന്ന് പറഞ്ഞാൽ തടയുക, ബ്ലോക്ക് ചെയ്യുക, സംരക്ഷിക്കുക. മാനിഅ, തടയുന്നത്. മാനിഅത്ത് അതിൻ്റെ മുഅന്നസാണ്. ഹുസൂനുഹും, ഹിസ്നിൻ്റെ ജംആണ് ഹുസൂൻ, കോട്ടകൾ. വലിയ കരിങ്കല്ല് കൊണ്ട് കെട്ടുന്ന വലിയ കോട്ടകൾക്കാണ് അത് പറയുക. മദീനയുടെ ഒരു പ്രത്യേകത, മദീനയിലെ കെട്ടിടങ്ങൾ തീന് കൊണ്ടല്ല, ഹിജാറത്ത് കൊണ്ടാണ്, കല്ലുകൾ കൊണ്ടാണ്. കാരണം മദീനയുടെ പരിസരങ്ങളിൽ അങ്ങനെയുള്ള ശക്തമായ, പ്രത്യേകിച്ചും അഗ്നിപർവ്വത സ്ഫോടനങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ള, അതാണ് രണ്ട് ലാവകൾ എന്ന് പറഞ്ഞല്ലോ, രണ്ട് ലാബത്തെയിൻ അഥവാ ലാവ എന്നാണ് അതിൻ്റെ, ലാവയുടെ അറബിയാണ് ലാബ, ലാബത്തെയിൻ. രണ്ട് ലാവകൾക്കിടയിലുള്ള നാടാണ് മദീന. കല്ലുകൾ സുലഭമാണ്, അതും ശക്തമായ കല്ലുകൾ. അതുകൊണ്ട് തന്നെ അവിടുത്തെ വീടുകളും കോട്ടകളുമൊക്കെ അധികവും ഹിജാറത്ത് കൊണ്ടുള്ളതാണ്, കല്ലുകൾ കൊണ്ടുള്ളതാണ്. മദീനയിൽ പോയാൽ മദീനയിലെ വീടുകളും കെട്ടിടങ്ങളും കണ്ടാൽ മനസ്സിലാകും, കല്ലുകളാണ് പ്രധാനപ്പെട്ട നിർമ്മാണ വസ്തു. അപ്പോൾ അത്തരത്തിലുള്ള കോട്ടകൾ അവരെ തടയും എന്നവർ വിചാരിച്ചു. വദന്നു അന്നഹും മാനിഅതുഹും ഹുസൂനുഹും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന്, അവൻ്റെ ശിക്ഷയിൽ നിന്ന് അവരുടെ കോട്ടകൾ അവരെ തടയുമെന്ന് അവരും വിചാരിച്ചു. ഇത്രയും ഭദ്രമായ ഒരു സമൂഹം, കോട്ടകളുള്ള, ആയുധങ്ങളുള്ള, മക്കയിൽ നിന്ന് അവർക്ക് കത്തെഴുതിയപ്പോൾ അതിലുള്ള പ്രത്യേക പരാമർശം
നിങ്ങൾ കോട്ടകളുടെയും ആയുധങ്ങളുടെയും ആളുകളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ആയുധങ്ങളുണ്ട്, ശക്തമായ കോട്ടകളുണ്ട്. നിങ്ങൾ എന്തിനാണ് മുഹമ്മദ് നബിയെ പേടിച്ച് ജീവിക്കുന്നത്? പിടിച്ച് പുറത്താക്കൂ എന്നുള്ള നിലക്കൊക്കെ ആയിരുന്നു അവരുടെ കത്ത്. പക്ഷേ റബ്ബിൻ്റെ അടുത്ത് അതൊന്നും നടക്കൂല. ഫഅതാഹുമുല്ലാഹ്, അപ്പോൾ അള്ളാഹു അവരുടെ അടുക്കലേക്ക് ചെന്നു. അതായതി ഇതിയാനൻ ഫഅതാഹുമുല്ലാഹ് മിൻ ഹൈസു ലം യഹ്തസിബു, അവർ കണക്കാക്കാത്ത രൂപത്തിൽ. ഇഹ്തസബ യഹ്തസിബു ഇഹ്തിസാബൻ, അവർ കണക്കാക്കാത്ത രൂപത്തിൽ അള്ളാഹു അവരിലേക്ക് ചെന്നു. വഖദഫ ഫീ ഖുലൂബിഹിമുർ റുഅബ, ഖദഫ യഖ്ദിഫു ഖദ്ഫൻ, ഖദഫ എന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുക്കുക, റമ. ഖദഫ എന്ന് പറഞ്ഞാൽ റമ, എറിയുക, ഇട്ട് കൊടുക്കുക. ഖദഫ യഖ്ദിഫു ഖദ്ഫൻ. വഖദഫ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ ഇട്ടുകൊടുത്തു. അർ-റുഅബ ബിദമ്മിർ റാ, അർ-റുഅബ പേടി. റഅബ എന്ന് പറഞ്ഞാൽ പേടിക്കുക എന്നാണ്. റഅബ യർഅബു റുഅബൻ, പേടിക്കൽ. റഅബ യർഅബു റുഅബൻ. റാഇബ് എന്ന് പറഞ്ഞാൽ ഖായിഫ്, പേടിയുള്ളവൻ. റുഅബ് പേടി. വഖദഫ ഫീ ഖുലൂബിഹിമുർ റുഅബ, അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു പേടി ഇട്ട് കൊടുത്തു. അങ്ങനെ യുഖ്രിബൂന ബുയൂതഹും, അവരുടെ വീടുകളെ അവർ തകർത്തുകൊണ്ടിരുന്നു. അഖ്റബ യുഖ്രിബു ഇഖ്റാബൻ, ഖറാബാക്കുക. ഖറാബ് എന്ന് പറഞ്ഞാൽ പൊളിക്കുക, ഖറാബ്. അഖ്റബ പൊളിക്കുക, ചീത്തയാക്കുക. അഖ്റബ യുഖ്രിബു ഇഖ്റാബൻ. യുഖ്രിബൂന ബുയൂതഹും ബിഐദീഹിം, അവർ അവരുടെ കൈകൾ കൊണ്ട് തന്നെ അവരുടെ വീടുകളെ പൊളിച്ചു. വഐദിൽ മുഅ്മിനീൻ, വിശ്വാസികൾ അവരുടെ കൈകൾ കൊണ്ടും. യദിൻ്റെ ജംആണ് ഐദി. വഐദിൽ മുഅ്മിനീൻ, വിശ്വാസികൾ അവരുടെ ഐദ് കൊണ്ട്, അവരുടെ കൈകൾ കൊണ്ട്, അവർ അവരുടെ കൈകൾ കൊണ്ടും അവരുടെ കോട്ടകളും വീടുകളുമൊക്കെ പൊളിച്ചുകൊണ്ടിരുന്നു. ഫഅതബിറു യാ ഉലിൽ അബ്സാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇഅതബിറു, ഇഅതബറ യഅതബിറു ഇഅ്തിബാറൻ, ഗുണപാഠം ഉൾക്കൊള്ളുക. ഇബ്രത്ത് എന്ന് പറഞ്ഞാൽ ഗുണപാഠം. ഗുണപാഠം ഉൾക്കൊള്ളുന്നതിനാണ് ഇഅ്തബറ എന്ന് പറയുക. ഇഅ്തബറ യഅതബിറു ഇഅ്തിബാറൻ. ഇഅ്തബിറു, ഗുണപാഠം ഉൾക്കൊള്ളൂ. യാ ഉലിൽ അബ്സാർ, കണ്ണുകളുള്ളവരെ, അഥവാ ഉൾക്കാഴ്ചയുള്ളവരെ, ബസീറത്തുള്ളവരെ. ബസറുൻ ജംഉഹു അബ്സാർ, കണ്ണുള്ളവർ, ഉൾക്കാഴ്ചയുള്ളവർ, ചിന്താശേഷിയുള്ളവരെ ഗുണപാഠം ഉൾക്കൊള്ളൂ, പഠിക്കൂ. വിശ്വാസികൾക്കും അതിൽ ഗുണപാഠമുണ്ട്, അവിശ്വാസികൾക്കും അതിൽ ഗുണപാഠമുണ്ട്. അപ്പോൾ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആ പ്രതാപം, അവൻ്റെ ഹിക്മത്ത്, അത് രണ്ടും ഈ സംഭവത്തിൽ കാണാം. പ്രതാപം എങ്ങനെ? അവിടെ നോക്കൂ നിങ്ങൾ, സ്വഹാബികളാണ് ആയുധമേന്തി അങ്ങോട്ട് പോയത്. നബിയും സഹാബികളുമാണ് പ്രത്യക്ഷത്തിൽ അവരെ പുറത്താക്കിയത്. പക്ഷെ അള്ളാഹു പറയുന്നു, അള്ളാഹുവാണത് ചെയ്തത്. ഹുവല്ലദീ അഖ്റജല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി മിൻ ദിയാരിഹിം, വേദക്കാരിലെ നിഷേധികൾ അഥവാ ബനൂ നളീർ ഗോത്രത്തെ, അവർ കാഫിറുകളാണ്. അവരവരുടെ കോട്ടകളിൽ നിന്ന് പുറത്താക്കിയത് ആരാണ്? അള്ളാഹുവാണ്. സൂറത്തുൽ അൻഫാലിൽ കാണാം, ഫലം തഖ്തുലൂഹും വലാകിന്നല്ലാഹ ഖതലഹും വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. ബദർ യുദ്ധത്തിൽ നിങ്ങളല്ല അവരോട് യുദ്ധം ചെയ്തത്, അള്ളാഹുവാണെന്ന്. ഫലം തഖ്തുലൂഹും വലാകിന്നല്ലാഹ ഖതലഹും, അള്ളാഹുവാണ് ബദർ യുദ്ധത്തിൽ അവരോട് യുദ്ധം ചെയ്തത് എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ തീരുമാനം, അള്ളാഹുവിൻ്റെ സഹായം, അള്ളാഹു മലക്കുകളെ പറഞ്ഞയച്ചത്. ആ നിലക്ക് സൃഷ്ടികൾക്ക് അവിടെ ഒരു കാരണമായി നിന്നുകൊടുത്താൽ മതി. ബാക്കി ചെയ്യുന്നതാരാണ്? അള്ളാഹുവാണ്. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ, നബിയെ താങ്കൾ എറിഞ്ഞപ്പോൾ താങ്കളല്ല എറിഞ്ഞത്, അള്ളാഹുവാണ് എറിഞ്ഞത്. കാരണം ബദർ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണെടുത്ത് ശത്രുക്കൾക്ക് നേരെ എറിയാൻ പറഞ്ഞു. ഒരു പിടി മണ്ണ്, ബദറിൻ്റെ ഭൂമിയിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്തിട്ട് ശത്രുക്കളുടെ നേരെ എറിയാൻ പറഞ്ഞു. 1000-ഓളം വരുന്ന ആളുകളെ ഒരു പിടി മണ്ണ് എങ്ങനെ ബാധിക്കാനാണ്? പക്ഷേ ഇതിൽ ഓരോ പൊടിയും അവരുടെ കണ്ണിൽ പോയി പതിച്ചു എന്നാൽ. 1000-ഓളം വരുന്ന അവരുടെ കണ്ണിൽ പൊടി വന്നു വീണു. കണ്ണ് കാണുന്നില്ല, വ്യക്തത ലഭിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ സഹായമാണ്. മലക്കുകൾ ഇറങ്ങി. അതാണ് താങ്കൾ എറിഞ്ഞപ്പോൾ താങ്കളല്ല എറിഞ്ഞത്, അള്ളാഹുവാണ് എറിഞ്ഞത്. നിങ്ങളല്ല അവരോട് യുദ്ധം ചെയ്തത്, അള്ളാഹുവാണ് എന്നതുപോലെ
ഹുവല്ലദീ അഖ്റജല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി മിൻ ദിയാരിഹിം ലി അവ്വലിൽ ഹഷർ. ആ ആദ്യത്തെ ഹഷറിൽ അവരവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് അള്ളാഹുവാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ്. പ്രത്യേകിച്ച് ചില സംഭവങ്ങളിൽ അള്ളാഹു ഇടപെടുന്നു, സൃഷ്ടികൾ കാരണമായി നിൽക്കുന്നേ ഉള്ളൂ. അതെങ്ങനെയാണ് അത് പറയുന്നുണ്ട്. അതാണ് മാ വനൻതും അൻ യഖ്റുജു, അവർ പുറത്തു പോകുന്നു നിങ്ങൾ വിചാരിച്ചില്ല. രണ്ട് തഫ്സീറാണ് അതിനുള്ളത്. ഒന്ന്, മുസ്ലിമീങ്ങൾക്ക് ഭൗതിക താല്പര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അവരൊക്കെ പുറത്താക്കണം, എന്നിട്ട് അവരുടെ കോട്ട കൈക്കലാക്കണം. വിശ്വാസികൾ അത് പ്രതീക്ഷിച്ചിട്ട് തന്നെയല്ല, അങ്ങനെ ഒരു സംഭവം അവർ ആഗ്രഹിച്ചിട്ട് പോലുമില്ല. ആ കോട്ട ലഭിക്കണമെന്നോ അവിടുത്തെ അവരുടെ വിട്ടേച്ചു പോയ ഗനീമത്ത് അല്ലെങ്കിൽ ഫൈ എന്നാണ് അതിന് പറയുക. യുദ്ധമില്ലാതെ തന്നെ അവർ വിട്ടേച്ചു പോകുന്നതിനാണ് ഫൈ എന്ന് പറയാം. യുദ്ധത്തോടു കൂടി ലഭിക്കുന്നതിനാണ് ഗനീമത്ത് എന്ന് പറയാം. അപ്പോൾ യുദ്ധമില്ലാതെ തന്നെ അവർ പുറത്തുപോയി. പക്ഷേ വിശ്വാസികൾ അത് ആഗ്രഹിച്ചിട്ടില്ല. രണ്ടാമത്തത്, ഇത്രയും വലിയ കോട്ടയും സമ്പത്തും വിട്ട് ഇത്രയും വലിയൊരു വിഭാഗം, അവർ എണ്ണത്തിൽ ഒരുപാടുണ്ട്, മുസ്ലിങ്ങൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമ്മെ ഭയപ്പെട്ടിട്ട് ഇവർ കാലാകാലങ്ങളായി ജീവിക്കുന്ന ഒരു നാട്ടിൽ നിന്ന് പുറത്തു പോവുകയോ സംഭവിക്കില്ല എന്നാണ് വിചാരിച്ചത്. അതാണ് മാ വനൻതും അൻ യഖ്റുജു. അവരും കരുതി എന്ത് വളന്നു അന്നഹും മാനിഅതുഹും ഹുസൂനുഹും മിനല്ലാഹ്, അവരുടെ കോട്ടകൾ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവരെ തടയുമെന്ന് അവർ വിചാരിച്ചു. ഭൗതികമായ വിഭവങ്ങൾ കൊണ്ട് ജയിക്കാമെന്ന് ആണ് ശത്രുക്കളെന്നും കരുതുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ്റേതായ ചില തന്ത്രങ്ങളുണ്ട്. അതാണ് ഫഅതാഹുമുല്ലാഹു മിൻ ഹൈസു ലം യഹ്തസിബു, അവർ കണക്കാക്കാത്ത രൂപത്തിൽ അള്ളാഹു അവരുടെ അടുക്കൽ ചെന്നു. അവിടെയും അള്ളാഹു ചെന്നു എന്നാണ് പറയുന്നത്. അള്ളാഹു ഇറങ്ങി വന്നു എന്നുള്ള അർത്ഥത്തിലാണോ? അല്ല, മറിച്ച് റബ്ബ് ഒരു തന്ത്രം പ്രയോഗിച്ചു. എന്താണത്? യുദ്ധമൊന്നുമില്ലാതെ തന്നെ വഖദഫ ഫീ ഖുലൂബിഹിമുർ റുഅബ, ഒരു പേടിയിട്ട് കൊടുത്തു. മനുഷ്യന് പേടിച്ചാൽ പിന്നെ ഒരു രക്ഷയില്ല. പേടി മനസ്സിൽ വന്നാൽ പിന്നെ ആയുധമുണ്ട്, ആളുകളുണ്ട്, അതൊന്നും ഒരു വിഷയമല്ല. കാരണം മസീറത്തു ഷഹർ, ഒരു ഷഹറിൻ്റെ ഒരു മാസത്തെ വഴിദൂരം വരെ പേടി നബിയുടെ വിഷയത്തിലെത്തുമെങ്കിൽ നേരെ മുന്നിൽ നബി വന്ന് നിൽക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, അതൊക്കെ അവർക്കറിയാം. ഒരു റസൂലാണ്, സ്വന്തം മക്കളെ അറിയുന്നത് പോലെ നബിയെ അറിയാം. ആ നബിയും സ്വഹാബികളും മുന്നിൽ വന്ന് നിൽക്കുന്നു. ബദറിലെ വിജയം അവർക്കറിയാം. അതേപോലെ ഉഹദിൻ്റെ സന്ദർഭങ്ങളിലും ആ നിലക്കുള്ള വിശ്വാസികളുടെ കരുത്തിനെക്കുറിച്ച് അവർക്കറിയാം. അങ്ങനെയുള്ളൊരു ടീം മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന പേടി അവരുടെ മനസ്സിലേക്ക് വന്നു. പിന്നീട് ആയുധങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പേടി വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തുരത്തിയത്. പേടിയിട്ട് കൊടുത്തതാണ്. നബിയും സഹാബികളും എണ്ണത്തിൽ കുറവാണ്, അതുകൊണ്ട് അവരുടെ ആയുധം കൊണ്ടോ ഒന്നുമല്ല അവിടെ സംഭവിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ്? പടച്ച റബ്ബ് ഇടപെട്ടു. എന്നും ഇൻഷാ അള്ളാഹു ആ നിലക്ക് വിശ്വാസികളെ സഹായിക്കും, അവർ ഈമാനും തൗഹീദുമൊക്കെ ഉള്ളവരാണെങ്കിൽ. വഖദഫ ഫീ ഖുലൂബിഹിമുർ റുഅബ യുഖ്രിബൂന ബുയൂതഹും, അവർ അവരുടെ വീടുകൾ പൊളിച്ചുകൊണ്ടിരുന്നു. ബി ഐദീഹിം, അവരുടെ കൈകൾ കൊണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, പ്രവാചകൻ പറഞ്ഞു 3 കുടുംബങ്ങൾക്ക് ഒരു ഒട്ടകപ്പുറത്ത് ആവശ്യമുള്ളത് എടുക്കാം. അപ്പോൾ മാക്സിമം നല്ല നല്ല മരങ്ങൾ, നല്ല അവർ അവിടെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നതൊക്കെ പറിച്ചെടുക്കാൻ നോക്കി. അപ്പോൾ വീടുകൾ പൊളിഞ്ഞുകൊണ്ടിരുന്നു. മരങ്ങളൊക്കെ എടുത്തപ്പോൾ വീട് പൊളിയാൻ തുടങ്ങി. അതോടൊപ്പം ചിലർ പറഞ്ഞതുപോലെ ഏതായാലും ഇട്ടേച്ച് പോവല്ലേ, പരമാവധി നശിപ്പിച്ചു പോവാം. ആ നിലക്കും വഐദിൽ മുഅ്മിനീൻ, വിശ്വാസികളും അത് പൊളിച്ചുകൊണ്ടിരുന്നു. അതിന്ന് മനസ്സിലാക്കുന്നത് അവരെന്താ ആഗ്രഹിച്ചിട്ടില്ല? ഇതൊക്കെ സ്വന്തമാക്കണം. ഒരു ടീമിനെ പറഞ്ഞയച്ച് അതൊക്കെ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അന്നും ഇന്നുമുണ്ട്. വിശ്വാസികൾ അങ്ങനെ ആഗ്രഹിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികളും അത് പൊളിച്ചുകൊണ്ടിരുന്നു. അവർ പൊളിക്കുന്നതിലൊരു ഹിക്മത്ത് ഉണ്ടായിരുന്നു. എന്താണ്? ഇവരെ പേടിപ്പിക്കാൻ വേണ്ടിയായിരുന്നു, ഭീതി ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ മദീന എന്ന രാഷ്ട്രത്തിന് തന്നെ, കാരണം ഒരു രാജ്യത്ത് നിരന്തരം കരാറ് ലംഘിക്കുന്ന ഒരു ടീം ഒരു നാടിൻ്റെ സ്വസ്ഥതയെ ഇല്ലാതാക്കും. അതുകൊണ്ട് തന്നെ ഭരണാധികാരികൾക്ക് വ്യക്തമായ നിലപാട് അവരുടെ വിഷയത്തിൽ സ്വീകരിക്കാം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഅതബിറൂ യാ ഉലിൽ അബ്സാർ, കണ്ണുകളുള്ളവരെ, കാഴ്ചയുള്ളവരെ അഥവാ ഉൾക്കാഴ്ചയുള്ളവരെ നിങ്ങൾ ഉറ്റാലോചിക്കൂ, അതിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ട്. മുസ്ലിമീങ്ങൾക്ക്
അള്ളാഹുവിൻ്റെ സഹായത്തെ ഏത് സന്ദർഭത്തിലും പ്രതീക്ഷിക്കാം. അവർ അതിനർഹരാണെങ്കിലെന്നും സത്യനിഷേധികൾക്ക് എത്ര ആയുധങ്ങളും സംരക്ഷണവും ഉണ്ടെങ്കിലും പടച്ച റബ്ബ് വിചാരിച്ചാൽ അവരെ എല്ലാ നിലക്കും പരാജയപ്പെടുത്താൻ അവന് സാധിക്കുമെന്നുള്ള ഗുണപാഠവും ആ നിലക്കുള്ള എല്ലാ ഗുണപാഠവും അതിലുണ്ട്. വലൗല അൻ കതബല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, കതബ യക്തുബു കിതാബത്തൻ അഥവാ ഖദറാക്കുക. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹാദിഹിൽ കിതാബ ഫിൽ ലൗഹിൽ മഹ്ഫൂദ്, ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്നെങ്കിൽ, വലൗ ലാ അൻ കതബല്ലാഹു അലൈഹിം അവരുടെ മേൽ എന്ത് അൽ ജലാ, ജലാ യജ്ലു, ജലാ എന്ന് പറഞ്ഞാൽ പുറത്തു പോവുക, പുറത്താവുക, രണ്ടർത്ഥവുമുണ്ട്. ജലാ യജ്ലു ജലാഅൻ പുറത്താക്കുക, നാട് കടത്തുക. ഐ ജലാഹു അനിൽ ബലദ് അഖ്റജഹു മിൻഹു, ഒരു നാട്ടിൽ നിന്ന് പുറത്താക്കുന്നതിനാണ് ജലാ എന്ന് പറയാം. അപ്പോൾ ഒരു നാട്ടിൽ നിന്ന് പുറത്തു പോവുക, പുറത്താവുക. അങ്ങനെ മദീനയിൽ നിന്ന് പുറത്താക്കപ്പെടുക എന്നതാണ് അവരുടെ വിഷയത്തിലുള്ള അള്ളാഹുവിൻ്റെ തീരുമാനം ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയത് റഹ്മാനായ റബ്ബ്. കാരണം നേരത്തെ പറഞ്ഞു അള്ളാഹു ഹക്കീമാണ്, അസീസാണ്, ഹക്കീമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇവരുടെ വിഷയത്തിൽ റബ്ബിൻ്റെ മുൻകൂട്ടിയുള്ള ഹിക്മത്ത്, അള്ളാഹുവിൻ്റെ ഇൽമ് എന്താണ്? അവരെ പുറത്താക്കുക എന്നുള്ളതാണ്. അങ്ങനെയല്ലായിരുന്നെങ്കിൽ ലഅദ്ദബഹും ഫിദ്ദുനിയ, അദ്ദബ യുഅദ്ദിബു തഅദീബ, ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു അവരെ ശിക്ഷിക്കുമായിരുന്നു. ഒന്നുകിൽ ബന്ദികളാക്കി പിടിക്കപ്പെടുക, അല്ലെങ്കിൽ കൊല്ലപ്പെടുക. വേറെ ചില ഗോത്രങ്ങളുടെ വിഷയത്തിൽ അതുണ്ടായിട്ടുണ്ട്, നമുക്ക് പിന്നീട് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ കൊല്ലപ്പെടുന്നതിൽ നിന്നും ബന്ദികളാക്കപ്പെടുന്നതിൽ നിന്നും അത്തരത്തിലുള്ള ദുനിയാവിൻ്റെ ശിക്ഷ ഉടനെ തന്നെ അവർക്ക് നൽകുമായിരുന്നു. പക്ഷേ അള്ളാഹു ഇവരുടെ കാര്യത്തിൽ മറ്റൊരു ശിക്ഷയാണെന്ത്? സ്വന്തം നാടും വീടൊക്കെ വിട്ട്, സമ്പത്തൊക്കെ വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോയിക്കൊള്ളുക. വലഹും ഫിൽ ആഖിറതി അദാബുന്നാർ, അതേ സമയത്ത് വലഹും അവർക്കുണ്ട് ഫിൽ ആഖിറതി പരലോകത്ത് അദാബുന്നാർ നരകശിക്ഷയുണ്ട്. അപ്പോൾ ദുനിയാവിൽ ഇതാണ് അവസ്ഥ. പക്ഷേ അതിൻ്റെ അർത്ഥം പരലോകത്ത് അവർക്ക് നന്മയുണ്ടാകുമെന്നല്ല, പരലോകത്താണ് അവർക്കുള്ള ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു ഒരുക്കി വെച്ചത്. അപ്പോൾ ഓരോരുത്തർക്കും അള്ളാഹു ഖദറാക്കിയിട്ടുണ്ട്. ആ ഖദറാക്കിയ ലൗഹുൽ മഹ്ഫൂദിലുള്ള കാര്യമനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അള്ളാഹു ഇവരുടെ വിഷയത്തിൽ അവൻ്റെ ഹിക്മത്ത് പ്രകാരം, മുൻകൂട്ടിയുള്ള അള്ളാഹുവിൻ്റെ ഇൽമു പ്രകാരം പ്രതാപിയായ അള്ളാഹു അവരെ നാടുകടത്തുക എന്നതാണ് ബനൂ നളീർ ഗോത്രത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനം. ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ വെച്ച് തന്നെ അവർക്ക് ശിക്ഷ ലഭിക്കുമായിരുന്നു. അതേ സമയത്ത് മനസ്സിലാക്കുക, വലഹും ഫിൽ ആഖിറതി അദാബുന്നാർ, പരലോകത്ത് അവർക്ക് നരകശിക്ഷയുണ്ട്. ഈ ഭാഗങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ഇൻഷാ അള്ളാഹ് മറ്റു ഭാഗങ്ങൾ അടുത്ത ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.